ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബക്രീദ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻജോയ് ലൈഫ് മീഡിയയുടെ ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്തുവാന്ന് നോക്കാം. അപ്പോൾ ബക്രീദ് സ്പെഷ്യൽ ഒരു ബീഫ് കറിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല പച്ച കായൊക്കെ ഇട്ട് വെച്ച നല്ല ഒന്നാം തരം ഒരു ബീഫ് കറി. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പുതിയ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബീഫാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 1.5 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കുരുമുളകാണ്. ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല, മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കും നമ്മുടെ കറിക്ക്, നല്ല ടേസ്റ്റ് അങ്ങനെ. പിന്നെ വേണ്ടത് ആദ്യം എണ്ണയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കുക്കർ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത്രയും സവാള ഒന്ന് വാട്ടിയെടുക്കാനാണ്. അപ്പോൾ അതിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇത് 3 നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ച മണം നമുക്കൊന്ന് മാറിക്കിട്ടണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേണം സവാള എടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റൊന്നും വേണ്ട. നമുക്കിത് ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റി ഗോൾഡൻ കളറാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സവാളയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി നമ്മുടെ ഇന്നത്തെ താരം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫെല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 2.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയും സാധാരണ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചാണ് കേട്ടോ. അപ്പോൾ കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റാൻ നേരത്തെ ഉപ്പിട്ടിട്ടുള്ളൂ. ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഈ കുക്കറിൽ ഞാനൊരു 5 വിസിലാണ് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് 5 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ്. ഈ കുക്കർ ഒന്ന് തണുക്കട്ടെ. നമ്മുടെ ബീഫ് ഇതേ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറക്റ്റ് 5 വിസിൽ ഞാൻ വേവിച്ചിട്ടുണ്ട്. തണുത്തിട്ടാണ് നമ്മൾ തുറന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ളൊരു കടായിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരല്പം എണ്ണ. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കടായിലേക്ക് ബീഫ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്താണ്? കായ, പച്ചക്കായ തൊലി കളഞ്ഞത് ചെറുതായിട്ട് ഞുറുക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ 2 കായാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതെല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണ്ടേ. കായ വേവാൻ അധികം സമയമൊന്നും എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മസാല ചേർക്കാൻ പോവുകയാണ്.
2 ടീസ്പൂൺ ഗരം മസാല. 1 2. ഇനി വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്, അടിപൊളി മണം. ഇനി ഈ കായ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊരു 5 മിനിറ്റ്, 5 മിനിറ്റ് വേണമെന്നില്ല, അതിനുള്ളിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് കറി തയ്യാറാക്കി നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കറിയും കൂട്ടി ചോറുന്നില്ല, 2 പേര് റെഡിയായിട്ട് നിൽപ്പുണ്ട്. കറിയുടെ മണം അടിച്ചപ്പോൾ തൊട്ട് 2 പേരും കറങ്ങി നടക്കുന്നുണ്ട്. നമുക്ക് ഇവർക്കൊന്ന് കൊടുത്ത് നോക്കാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അല്ലേ. അടിപൊളിയാണോ? അടിപൊളിയാണോ? ഇനിയുണ്ടോ? വീണ്ടും കാത്തിരിക്കുന്നു ഓരോരുത്തര്. കുഞ്ഞിനാണോ ഇനി? കഴിച്ചു. അടിപൊളിയാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻജോയ് ലൈഫ് മീഡിയയുടെ വക ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.